അപ്പോൾ ലോർഡ്സിലെ മൂന്നാം ഏകദിനത്തിന് മുമ്പായിട്ട് രോഹിത് ശർമ്മ റിട്ടയർമെൻ്റ് ആവാൻ പോകുന്നൊക്കെ ഉള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അപ്പോൾ നമ്മളും അത് വിചാരിച്ചിരുന്നു, രോഹിത് ശർമ്മ റിട്ടയർമെൻ്റ് ആവും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. കാരണം എന്താ ഇപ്പോഴത്തെ സെലക്ഷൻ കമ്മിറ്റി ഇപ്പോൾ ഗൗതം ഗംഭീർ ആയാലും അതുപോലെ തന്നെ അഗാർക്കർ ആയാലും എന്താ അനാവശ്യമായിട്ടുള്ള കളിക്കാരെ കുത്തി നിറച്ചുകൊണ്ടാണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഓരോ പരമ്പരയ്ക്ക്. ഇപ്പോൾ നമുക്കറിയാം നിലവിൽ അയർലൻഡിനോട് പോലും ഇന്ത്യ T20 പരാജയപ്പെട്ടു. ഇപ്പോൾ ഇംഗ്ലണ്ടിനോടും ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുന്നു ഏകദിനത്തിൽ. 3 ഏകദിന മത്സരങ്ങളെങ്ങാണ്ടുമായിരുന്നു നടന്നത്. അപ്പോൾ ലോർഡ്സിൽ മൂന്നാമത്തെ ഏകദിന മത്സരം രോഹിത് ശർമ്മയുടെ അവസാന മത്സരമായിരിക്കും എന്നൊക്കെയാണ് പത്രമാധ്യമങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ ഈ പല യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ആ മത്സരത്തിൽ രോഹിത് ശർമ്മ നടത്തിയ പ്രകടനം എന്തൊരു ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. നല്ലൊരു ഇന്നിങ്സ് അദ്ദേഹം കാഴ്ചവെച്ചു. നിസാര റണ്ണിനാണ് ഒരു പടുകൂട്ടൻ സ്കോർ ഇംഗ്ലണ്ട് പടുത്തുയർത്തിയിട്ടും അതിനെ ചേസ് ചെയ്തുകൊണ്ട് ചേസ് മാസ്റ്ററായിട്ടുള്ള വിരാട് കോഹ്ലി നിന്നിട്ട് അദ്ദേഹത്തിനൊപ്പം നിന്നുകൊണ്ട് മികച്ചൊരു ഇന്നിങ്സ് കാഴ്ചവെച്ച് രോഹിത് ശർമ്മ തോൽവിയുടെ കനം കുറച്ച് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നവരെ വായടപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇനി വരാൻ പോകുന്ന ഈ വേൾഡ് കപ്പ്, അടുത്ത വർഷത്തിൽ വരാൻ പോകുന്ന ഏകദിന വേൾഡ് കപ്പിൽ കൂടി ഈ റോക്കോ എന്ന് പറയുന്ന നമ്മുടെ കോഹ്ലിയും അതുതന്നെ രോഹിത് ശർമ്മയും ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ എല്ലാ ആഗ്രഹം. കപ്പ് ഉയർത്തണമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിലൂടെ മാത്രമാണ് അവർ റിട്ടയർമെൻറ്റ് നടത്താൻ പാടുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.